മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ ചിന്തിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെയും ഇന്നും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കുറേ വിദ്യാർത്ഥി സംഘടനകളുടെ സമരമാണ്. അതിൽ ആകാശത്തേക്ക് വെടിവെപ്പ് നടന്നു. പോലീസ് ധാരാളം വിദ്യാർത്ഥികളെ തല്ലുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്തുകാർക്ക് വലിയ പുത്തരിയൊന്നുമല്ല. തിരുവനന്തപുരത്തുകാർ ശ്രദ്ധിക്കാറുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ വണ്ടി ചെന്ന് പെടരുത് എന്ന് മാത്രം. നമ്മൾ ചെന്ന് പെട്ടാലും അതിൻ്റെ ഇടയ്ക്ക് നിന്ന് രക്ഷപ്പെടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്രയും പ്രശ്നമുള്ളവൻ മാത്രമേ ചിലപ്പോൾ തല്ലുകൊള്ളുള്ളൂ. അല്ലെങ്കിൽ പോലീസുകാർ വളരെ ക്ഷമാപൂർവമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആര് ഭരിക്കുകയാണെങ്കിലും പോലീസുകാർ വളരെ കെയർഫുള്ളാണ്. നിർഭാഗ്യവശാൽ ഇടയ്ക്ക് ചെന്ന് പെട്ട് നിന്നു കൊടുത്താൽ തല്ലുകൊള്ളുമെന്നല്ലാതെ പോലീസുകാർക്കറിയാം പല മന്ത്രിമാരും വരും, അവർ പോകും, പല രാഷ്ട്രീയ പാർട്ടിക്കാരും വരും, അവർ പോകും എന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഒരു ചെറിയ ഉപദേശം ഞാൻ നിങ്ങളോട് എൻ്റെ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോടും കോൺഗ്രസ്സുകാരോടും BJP-കാരോടും അല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ നിർദ്ദേശം, നേതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് തെരുവിലിറങ്ങുന്ന യുവാക്കളോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ നേതാക്കന്മാരെ ശരിക്കൊന്ന് വിലയിരുത്തുക. ആ നേതാക്കന്മാരുടെ മക്കള് എവിടെയുണ്ടെന്ന്, അവരേതെല്ലാം കോർപ്പറേറ്റ് കമ്പനികളിലാണ് ജോലി ചെയ്യുന്നതെന്ന്, ഏതെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് സുഖത്തോടുകൂടി ജീവിക്കുന്നത് എന്ന്, അവരേതെല്ലാം വിശ്വവിദ്യാലയങ്ങളിലാണ് കേരളത്തിന് പുറത്ത് പഠിക്കുന്നത് എന്ന്, അവര് ഒരു സമരവുമില്ലാത്ത എത്ര പ്രസിദ്ധമായ സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നത് എന്ന് ഒന്ന് വിലയിരുത്തുക. നിങ്ങളുടെ നേതാക്കന്മാര് അവരുടെ മക്കള് ഒരു വേദനയും അനുഭവിക്കാതെ മന്ത്രി മന്ദിരങ്ങളിലും മണിമന്ദിരങ്ങളിലും കഴിയുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് താലപ്പൊലി ഏൽക്കാനും പതിനായിരക്കണക്കിന് ഇഷ്ടത്തോടു കൂടിയോ അനിഷ്ടത്തോടു കൂടിയോ നിർത്തിയിട്ട് അവര് നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നത് നിങ്ങളെ കുത്തുവാള എടുപ്പിച്ചിട്ടാണ്. മക്കളെ മറക്കരുത്. ഓരോരുത്തരെയും കൊല്ലാൻ മൊബൈൽ ഫോണിലൂടെയും അല്ലാതെ രഹസ്യമായിട്ടും നിർദ്ദേശം നൽകി, നിങ്ങൾക്ക് ആവേശം നൽകി, പാതിരാത്രിക്ക് ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ ഓർമ്മിക്കുക, ജയിലിൽ പോകേണ്ടത് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയ നേതാക്കന്മാരായിരിക്കില്ല. അവർ സുഖമായിട്ട് കിടന്നുറങ്ങും. അവർ ത്യാഗികളാണെന്ന രീതിയിൽ വയലിലെ കൂലി വരമ്പത്ത് കൊടുക്കും എന്ന് പറയാൻ മണിമന്ദിരങ്ങളിൽ നിന്നിറങ്ങി മന്ത്രിയുടെ കാറിൽ പോകുമ്പോൾ മുമ്പിലും പുറകിലും കള്ളന്മാർക്കും മന്ത്രിമാർക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് മറക്കാതിരിക്കുക. അവരുടെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ തല്ലുകൊള്ളുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. KSU SFI സമരത്തിൽ പങ്കജാക്ഷൻ എന്ന എൻ്റെ സുഹൃത്ത് അനുഭവിച്ചത് ഞാൻ പണ്ട് പറയുകയുണ്ടായി. മഹാരാജാസ് കോളേജിൽ SFIക്ക് വേണ്ടി ജീവിച്ച പങ്കജാക്ഷൻ എന്ന വ്യക്തി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ആ മഹാരാജാസ് കോളേജ് എറണാകുളത്ത് ഒരിക്കലും KSUവിനെയോ മറ്റ് സംഘടനകളെയോ വളർത്താൻ അനുവദിച്ചിരുന്നില്ല. ഒരിക്കൽ ഒരുവൻ രണ്ടാമത്തെ നിലയിൽ നിന്ന് ഒരു കരിങ്കല്ല് പങ്കജാക്ഷന് നേരെ എറിഞ്ഞു. ഞാനതിന് സാക്ഷിയാണ്. ആ കല്ല് പങ്കജാക്ഷന് കൊണ്ടത് പുറകിലെ നട്ടെല്ലിലാണ്. 1977, 76, 78, 79 കാലയളവിൽ 1976, 77, 78, 79 കാലയളവിൽ ആ കല്ലുകൊണ്ട് നട്ടെല്ല് പൊട്ടി. അന്ന് റിപ്പയർ ചെയ്യാൻ പ്രൊവിഷനൊന്നും ഇല്ല. കാലം കുറെ കഴിഞ്ഞില്ലേ. അന്നത്തെ ആ പങ്കജാക്ഷൻ ഇന്നും കിടപ്പാണ്. ഒരു നേതാവും അദ്ദേഹത്തിനെ നോക്കാൻ വന്നിട്ടില്ല. ഒരു നേതാവും അദ്ദേഹത്തിന് പെൻഷനും കൊടുത്തിട്ടില്ല.
അറിയുക. കുടുംബം പോലും ഉണ്ടാക്കാൻ പറ്റാതെ അനുഭവിക്കുന്ന ആ നേതാവ് അന്ന് വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും ഉണ്ടായത് വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞിട്ടാകാൻ സാധ്യതയില്ല. പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ് കത്തിയും മോട്ടോർ സൈക്കിളിന്റെ ചങ്ങലയും തെരണ്ടിവാലും ബെൽറ്റിന്റെ ഉള്ളിൽ ബോംബും വെച്ച് നടക്കുമ്പോൾ എന്നാണ് നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ കണ്ണിലൂടെ നിങ്ങൾക്ക് വേണ്ടി വെള്ളം വരേണ്ടി വരുന്നത്? ചെയ്യല്ലേ മക്കളെ, നിങ്ങളത് ചെയ്യല്ലേ. ഈ AK ആന്റണിയും സുധീരനും അതുപോലെ ജോർജ് ഈഡനും സുധീരനും വിദ്യാർത്ഥികളെ നയിച്ച് അവർക്ക് തല്ല് ഒടുപ്പിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നേതാവായവരാണ്. അവരെല്ലാം പ്രതിരോധ മന്ത്രിയും പാർട്ടി നേതാക്കന്മാരും മുഖ്യമന്ത്രിയും MLAയും MP യുമായിട്ട് വിലസുന്നു. ഒന്നും ചെയ്യാത്ത KM മാണിയുടെ മകൻ അണികളുടെ സപ്പോർട്ട് കൊണ്ട് വിലസുന്നു. ഒരു പക്ഷേ ഇവരിൽ നിന്നെല്ലാം പാർട്ടിയിലെ ഉയർന്ന നേതാക്കന്മാർക്ക് ധാരാളം സഹായങ്ങൾ ലഭിക്കുന്നുണ്ടാകുമായിരിക്കാം. പക്ഷേ ഈ റോട്ടിലിറങ്ങി പോലീസിന്റെ തല്ലും ടിയർ ഗ്യാസും വെള്ളവും കൊണ്ട് ത്യാഗം സഹിക്കുമ്പോൾ, വേദന സഹിക്കുമ്പോൾ നിങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ ആ അമ്മയെയും അച്ഛനെയും നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവരെയും ഓർമ്മിക്കുക. നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കിടക്കുമ്പോൾ ഈ മന്ത്രിമാരും ഈ MLAമാരും മുൻ മന്ത്രിമാരും ഒക്കെ വന്ന് വാശിയോടുകൂടി പത്രപ്രസ്താവന നടത്തുന്നത് അവരുടെ ഫോട്ടോയും അവരുടെ വരികളും പത്രത്തിൽ വരാനാണ്. നിങ്ങളോട് അനുകമ്പയൊന്നും ഉണ്ടായിട്ടല്ല. പത്രക്കാർക്കും ഇതേപോലെയുള്ളവരുടെ ഫോട്ടോയും വരികളുമൊക്കെ വാർത്ത കൊടുത്ത് വീണ്ടും വീണ്ടും ഓരോരുത്തരെയും തമ്മിൽ അടുപ്പിക്കുക, ഫൈറ്റ് ചെയ്യിക്കുക. അത് പത്രക്കാരുടെ ധർമ്മമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ കൊല്ലാനും ചാകാനും പോവല്ലേ. BJP നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചിറങ്ങുന്നവരോടും CPM നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചിറങ്ങുന്നവരും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ചിറങ്ങുന്നവരോടും പറയുക, നിങ്ങൾക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്, അച്ഛൻ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. തല്ലുകൊണ്ട്, അടികൊണ്ട്, ബോംബേർ കൊണ്ട്, ചില്ലുകൊണ്ട് സ്വയം ഉണ്ടാക്കിയ ബോംബ് പൊട്ടിത്തെറിച്ച് കയ്യും കാലും കണ്ണും പോയിട്ട് ആശുപത്രി കിടക്കുമ്പോ വേദനയോടുകൂടി നിങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും മാത്രമേ നിങ്ങൾക്ക് ചോറും കഞ്ഞിയും തരാനുണ്ടാവുള്ളൂ. ഈ നേതാക്കന്മാർ ആരും വരില്ല. അവര് മണിമന്ദിരങ്ങളിൽ ഇരുന്നു കൊണ്ട് അപ്പപ്പോ പാർട്ടി സെക്രട്ടറിയെ പോലെയും നേതാക്കന്മാരെ പോലെയും അവര് വീമ്പിളക്കുമ്പോൾ അവർക്കറിയാം 5 വർഷം കൊണ്ട് ഉണ്ടാക്കേണ്ടതെല്ലാം ഉണ്ടാക്കണം. അടുത്ത വർഷം വരുമെന്ന് ഉറപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെയ്തു തീർക്കാനുള്ളതും ആസ്വദിച്ച് തീർക്കാനുള്ളതും അനുഭവിച്ച് തീർക്കാനുള്ളതും ഉണ്ടാക്കി പ്രയോഗിക്കാനുള്ളതും എല്ലാം അവർ ചെയ്യും. ഒന്നും ചെയ്യാത്ത കുറെ പേര് അവരുടെ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് മന്ത്രിയായി വിലസുന്ന കാഴ്ച നിങ്ങൾ കാണണം. നിങ്ങളുടെ രക്തത്തിന്റെ വില അനുഭവിക്കുന്ന കഴുകന്മാരായിട്ട് മന്ത്രിമാരും MLAമാരും MP മാരും ഇരിക്കുമ്പോൾ അവരുടെ ഒരു മകനെങ്കിലും ഒരു മകളെങ്കിലും ഈ തല്ലുകൊള്ളുന്നവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കാം. എല്ലാ കോർപ്പറേറ്റ് മാനേജ്മെന്റിനും കോർപ്പറേറ്റ് ബിസിനസിനും എതിരെ പ്രവർത്തിക്കുന്നവരുടെ മക്കള് തന്നെ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ എന്തിനാ മക്കളെ നിങ്ങൾ ചല്ലാൻ പോകുന്നത്? എന്റെ മകന് തല്ലുകൊണ്ടാൽ അവന്റെ അച്ഛനായ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയില്ലേ? ആര് തല്ലി, ആര് തല്ലിച്ചു, ഇതൊന്നുമല്ല. പോലീസിന് ശമ്പളം കൊടുക്കുന്നതും തിന്നാൻ കൊടുക്കുന്നതും ഭരിക്കുന്നവര് തല്ലാൻ പറഞ്ഞാൽ തല്ലാനാണ്. പോലീസുകാരുടെ പേരിലല്ല തെറ്റ്. അവരെ ഉപയോഗിച്ച് തല്ലിക്കുന്നവരെയും അവരെ ഉപയോഗിച്ച് കള്ളന്മാരെ സംരക്ഷിക്കുന്നവരെയും അവരെ ഉപയോഗിച്ച് കള്ളന്മാരല്ലാത്തവരെ കള്ളന്മാരാക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് പെടല്ലേ. ഇതൊരു അഭ്യർത്ഥനയാ ഗോപാലകൃഷ്ണന്റെ. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുടെയും ഉപദേശവും നിർദ്ദേശവും വികാര തീവ്രമായിട്ടുള്ള ആഹ്വാനവും കേട്ട് റോഡിലിറങ്ങി തല്ലാനും കൊല്ലാനും ഇറങ്ങി പുറപ്പെടുന്നവരിൽ എത്ര പേരാ ഇപ്പോൾ ജയിലിനകത്തുള്ളതെന്നൊന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ജഗദീശ്വരനും
ഭാരതമാതാവും നമ്മളുടെ ഋഷീശ്വരന്മാരും ബുദ്ധി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. TP ചന്ദ്രശേഖരനെ കൊന്നു, അവരെ കൊന്നു, ഇവരെ കൊന്നു, ഒത്തിരി പേരെ കൊന്നു, ജിഷയെ കൊന്നു. 12-15 ലക്ഷമാണ് ഒന്നും നോക്കാതെ കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി കൊടുത്തത്. ഒരൊറ്റ ചോദ്യം, മറ്റുള്ളവർ ചത്തപ്പോഴും കൊന്നപ്പോഴും കൊടുക്കാത്തപ്പോ ഇവര് മാത്രം ചത്തപ്പോഴും കൊന്നപ്പോഴും കൊടുത്തത് എന്തിന്? അവിടെ തന്നെ ഇല്ലേ എന്തൊക്കെയോ സംശയങ്ങള് ഇനിയും ഉണ്ട്. നിങ്ങള് ആ കൊന്നവനും ചത്തവന്റെ ബന്ധുക്കളും പലതുമെല്ലാം ഇപ്പോഴും ജയിലിലാണ്. ആ ജയിലിലെ ദിവസം എണ്ണുകയാണ്. ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ സെപ്റ്റംബർ 28, സെപ്റ്റംബർ 29, സെപ്റ്റംബർ 30, ഒക്ടോബർ 1 എന്ന് പറഞ്ഞ് ജയിലില് അവര് തരുന്ന ഡ്രസ്സും ഇട്ട് ചപ്പാത്തിയോ കറിയോ ഉണ്ടാക്കി നാട്ടുകാർക്ക് വിളമ്പിക്കൊടുത്ത് അവര് പറയുന്ന പോലെ പട്ടിയെ പോലെ അടിമയെ പോലെ കയ്യിലും കഴുത്തിലും ഇംഗ്ലീഷുകാരിട്ടിരുന്ന ചങ്ങലയില്ലെന്നുള്ളത് ഒഴികെ ബാക്കി എല്ലാവിധത്തിലുള്ള കഴുതപ്പണിയും നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് ആ ജയിലിൽ കടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നേതാക്കന്മാര് ജയിലിന്റെ വാതിൽക്കൽ വന്ന ആവേശവും നിങ്ങൾക്ക് തീപ്പൊരിയായിട്ടുള്ള രക്തം തിളപ്പിക്കുന്ന വാക്കുകളും അനുഗ്രഹങ്ങളും തരുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ മറക്കരുത്. ഈ നേതാക്കന്മാരുടെ മക്കൾ എവിടെയാണ്? അവർ ഏത് കമ്പനിയിൽ എത്ര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നു? ഇതൊന്ന് ചോദിക്കാം. അവരിൽ ആരെങ്കിലും നിങ്ങളെ പോലെ തല്ലാനോ തല്ലുകൊള്ളാനോ കൊലപാതകത്തിനോ മരിക്കാനോ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഇത് ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും നിർദ്ദേശമനുസരിച്ച് ഇറങ്ങുന്നവരോട് ഇത് പറയണമെന്ന് നിരന്തരം തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇതൊരാവർത്തനം മാത്രമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.